ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്പാർക്ക് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങൾക്ക് പലർക്കും അത് മനസ്സിലായി കാണും. കഴിഞ്ഞ ഡിസംബർ 29-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിലേക്ക് കേരള PSC നോട്ടിഫിക്കേഷൻ അയച്ചിട്ടുണ്ട്. അത് പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്കാണ്. അപ്പോൾ നമുക്കത് നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കും, ഇൻഡെപ്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു തസ്തികയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ ഒരു തസ്തിക വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പൊസിഷനാണ് ഈ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിൻ്റെ സാലറി സ്കെയിലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 43,000 to 91,000 വരെയാണ്. പിന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യോളജി, സോഷ്യൽ വർക്ക് എന്നീ 2 വിഷയങ്ങളിൽ ബിരുദമുള്ളവർക്കാണ് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അതർ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽ വരുന്ന കുട്ടികൾക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി പറയുന്നത് ജനുവരി 31 അപ്പോൾ ആരും അവസാന ഘട്ടത്തിലേക്ക് വേണ്ടി അത് മാറ്റിവെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം, നമ്മൾ ICD സൂപ്പർവൈസർ എക്സാമിനേഷന് വേണ്ടിയിട്ട് പലരും ആ ഒരു ട്രാക്കിലായിരിക്കാം. സ്പാർക്ക് അക്കാദമി ആണെങ്കിലും ICD സൂപ്പർവൈസറിന്റെ കോച്ചിങ്ങിലായിരുന്നു. നമ്മൾ ഒരു മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ആക്ച്വലി നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും ടെസ്റ്റ് സീരീസ് ഒക്കെ പല പ്ലാനിൽ അക്കാദമിയുടെ ഭാഗമല്ലാതെ പുറത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടന്റ് റിലേറ്റഡ് ആയിരുന്നു നമ്മുടെ ആ വീഡിയോ ഇനി കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഇനി തിരിച്ച് പ്രൊബേഷൻ ഓഫീസറിൻ്റെ കോച്ചിങ്ങിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ഒരു തസ്തിക വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ അത്രയും സക്സസ്ഫുൾ ആയിട്ട് കോച്ചിങ് അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ് ICD സൂപ്പർവൈസറിൻ്റെ. ആ ഒരു സമയത്ത് തന്നെ പ്രൊബേഷൻ ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയും നമ്മളുടെ ഏകദേശം ഒരു 330ഓളം കുട്ടികൾ നമ്മുടെ അക്കാദമിയിലുണ്ട്. അതിൽ ഭൂരിഭാഗം കുട്ടികളും നമ്മുടെ ഈ അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഈ സോഷ്യൽ വർക്ക്, സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളിലുള്ള ട്രസ്റ്റാണ് അവർ വീണ്ടും നമ്മളിൽ വന്ന് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ ICD സൂപ്പർവൈസർ എക്സാം വരുന്നത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മാസമാണ് എക്സാം നടക്കുക എന്നുള്ളത് PSC അറിയിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ പ്രൊബേഷൻ ഓഫീസറിൻ്റെ എക്സാമിൻ്റെ ഏകദേശം ടെൻറ്റേറ്റീവ് മന്തും അവർ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ. അതാണ് ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കണ്ടത്. കാരണം ഇത് എന്നാണ് എക്സാം വരിക എന്നുള്ളൊരു ആശങ്കയോട് കൂടി നമുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം കൃത്യമായി ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പ്രൊബേഷൻ ഓഫീസർ എക്സാം നടക്കും. അതുപോലെ തന്നെ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ICD സൂപ്പർവൈസർ എക്സാം നടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് കുട്ടികളോട് സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ICD സൂപ്പർവൈസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഈ 2 സബ്ജക്റ്റും പ്രൊബേഷൻ ഓഫീസറിൻ്റെ എക്സാമിലും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡെപ്തിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് അവരെ ഈ 2 പ്രോഗ്രാമിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സഹായിക്കുമെന്നുള്ളൊരു ഫീഡ്ബാക്കാണ്. അത് എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. കാരണം ഒരു എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്ത് അതിന് മാത്രം പഠിക്കുകയല്ല ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ അവർ അടുത്ത എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നു. ഇത് 2 എക്സാമിനും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. മാത്രമല്ല ഈ ഒരു വർഷത്തെ കാലയളവ് എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എക്സാം എഴുതി നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 1 year ആണ് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടേണ്ടത്. ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ 2 തസ്തികയിലേക്ക് കയറാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 ആൻറ്റിസിപ്പേറ്ററി ആയിട്ടാണ് വേക്കൻസി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ നമ്മുടെ അക്കാദമിയിലുള്ള നമ്മുടെ സ്റ്റുഡൻസിനോട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു വേക്കൻസി ആണ് ഉള്ളതെന്നുണ്ടെങ്കിലും ആ ഒരു വേക്കൻസി മതി എനിക്ക്, അല്ലേ, നമുക്കൊരു വേക്കൻസി പോരെ നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് കയറാനായിട്ട്. അങ്ങനെ ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് സ്പാർക്ക് അക്കാദമി നിങ്ങളെ മൗൾഡ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ICD സൂപ്പർവൈസറിൻ്റെ കോച്ചിങ് അവസാനിച്ചു എന്ന് പറഞ്ഞു. പരീക്ഷ നടക്കുന്നത് എത്രയോ മുമ്പ് നമ്മുടെ സിലബസ് കവർ ചെയ്തു. ഇപ്പോൾ അവർക്ക് റിവിഷൻ ടൈമാണ്. ആ റിവിഷൻ്റെ ഇടയ്ക്ക് അവർക്ക് ടെസ്റ്റ് സീരീസിൽ ഓരോരോ ടെസ്റ്റുകളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4 എക്സാം അവരുടെ തീരാറായിട്ടുണ്ട്. ഓക്കെ, ഇനി 6 എക്സാം അവർക്ക് നടക്കാനിരിക്കുന്നു. ഫെബ്രുവരി 10 കൂടി അവർ കംപ്ലീറ്റ് ആയിട്ട് ICD സൂപ്പർവൈസറിൻ്റെ കോഴ്സിൻ്റെ ഇത് അവരുടെ കഴിയാണ്. അതിനുശേഷം അവർക്ക് സെൽഫ് സ്റ്റഡിക്കുള്ള ടൈമാണ്. അതേപോലെ തന്നെ അത്രയും സക്സസ്ഫുള്ളായിട്ട് തുടങ്ങാനും അവസാനിപ്പിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത് ജനുവരി 15 അതിനു മുന്നേ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ ഇൻട്രസ്റ്റ് ഉള്ള ഏതൊരാൾക്കും, അതായത് ICD സൂപ്പർവൈസർ എക്സാം എഴുതാൻ സ്ത്രീകൾ മാത്രമായിരുന്നു എലിജിബിൾ ആയിട്ടുള്ളത്. എന്നാൽ പ്രൊബേഷൻ ഓഫീസർ എക്സാമിനേഷൻ അങ്ങനെയല്ല, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ എക്സാം എഴുതാൻ സാധിക്കും.
മാത്രമല്ല നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത്, നമുക്കറിയാം ഈ പ്രൊബേഷൻ ഓഫീസറിൻ്റെ കോച്ചിങ് ആരംഭിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് ഈ ഒരു എക്സാം മുന്നേ നടന്നിട്ടുള്ളത് 2019 2017 നോട്ടിഫിക്കേഷൻ വന്ന് അന്ന് കുറച്ച് വൈകിയാണ് എക്സാം നടന്നിട്ടുള്ളത്. 2019 നടന്നത്. അപ്പോൾ ആ വർഷത്തിലെ സിലബസിൻ്റെ ബേസിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള സബ്ജക്ട്സ് വരുന്നത് സോഷ്യോളജിയും സോഷ്യൽ വർക്കും, പിന്നെ ഫസ്റ്റ് പാർട്ട് വരുന്നത് റിട്ടയർമെൻറ്റ്സ് ഓഫ് കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് എന്ന് പറഞ്ഞ ചെറിയൊരു പോർഷനും കൂടെ ഉണ്ട്. അതെന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും കവർ ചെയ്തുകൊണ്ടാവും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവുക. ഇനി ബാക്കി നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷനും പിന്നെ അതുപോലെ തന്നെ ഫീസിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും. അത് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒഫീഷ്യലി തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വരും. നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം. ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ പ്രോഗ്രാമിലുണ്ട് ഈ 3 വർഷമായിട്ട്. സന്തോഷം എന്ന് പറയുന്നത് CDPO എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നു, ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഘട്ടം ഘട്ടമായിട്ടാണ് അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്സിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിൽ 5 പേരാണ് ലിസ്റ്റിലുള്ളത്. അതിൽ ഫസ്റ്റ് റാങ്ക് നമ്മുടെ അക്കാദമിയിൽ പഠിച്ച കുട്ടിയാണ്. 5th റാങ്ക്, 7th റാങ്ക്, 12th റാങ്ക്, 18th റാങ്ക്, ഇത്രയും റാങ്ക് ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ റാങ്ക് ലിസ്റ്റിൽ വന്നവരുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നവരുണ്ട്. ഇനി ഈ ജാനുവരി മന്ത് ഓഫ് ജാനിൽ ആക്ച്വലി 21 കുട്ടികൾ നമ്മുടെ സ്പാർക്ക് അക്കാദമിയുടെ ഇൻ്റർവ്യൂ, അതായത് CDPO ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. നമ്മളൊരിക്കലും നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു വിട്ടു ഇല്ലെങ്കിൽ ലിസ്റ്റിൽ വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബന്ധം അവസാനിപ്പിക്കുന്നില്ല. ഇത്രയും കുട്ടികൾക്ക് നമ്മൾ ഇൻ്റർവ്യൂ ഗൈഡൻസ് കൊടുത്ത് അതിനുവേണ്ടി സ്പെഷ്യൽ സെഷൻസ് അറേഞ്ച് ചെയ്ത് അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഡൂസ് ആൻഡ് ഡോൺസ്, പിന്നെ അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് അവർക്ക് ഗൈഡൻസ് കൊടുത്തത്. അത്രയും ലോങ് ടേം ആണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിക്കലും പരീക്ഷ എഴുതി പാസ്സായി എന്താ സ്പാർക്ക് അക്കാദമിയിൽ ഇത്രയും കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ജസ്റ്റ് ഒരു പോസ്റ്ററിൽ കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, അവർ ആ പോസ്റ്റിലേക്ക് ആ ചെയറിലേക്ക് ഇരുത്തുന്നത് വരെ അത് നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അറിയിക്കുകയാണ്, പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് ഉള്ള പരീക്ഷയ്ക്ക് വേണ്ടി സ്പാർക്ക് അക്കാദമി പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നു. ജനുവരി 15 നിങ്ങളെല്ലാവരും സധൈര്യം കയറി വരിക, നല്ല രീതിയിൽ പഠിക്കുക. നല്ലൊരു സപ്പോർട്ട് അക്കാദമിയുടെ ബേസിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും നാളുണ്ടായിട്ടുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ എനിക്ക് ഈ ഒരു പ്രൊബേഷൻ ഓഫീസർ കോച്ചിങ്ങിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാൻ ആഗ്രഹമുള്ള, ഈ ഒരു തസ്തികയിലേക്ക്, ഈ ഒരു പോസ്റ്റിലേക്ക്, ആ ഒരു ചെയറിലേക്ക് ഇരിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും നമ്മുടെ അക്കാദമിയിലേക്ക് വന്ന് ജോയിൻ ചെയ്യാനുള്ള സമയമാണ്. രജിസ്റ്റർ ചെയ്യുക എത്രയും പെട്ടെന്ന്. ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്ന ഓരോ പോയിന്റും വായിച്ച് മനസ്സിലാക്കുക. എത്രയും കോൺഫിഡൻറ്റോട് കൂടി കയറി വരിക, പഠിക്കുക, നല്ല റിസൾട്ടിലേക്ക് എത്തുക. ഓക്കെ, താങ്ക് യു.